കടുത്ത സാമ്പത്തിക ഞെരുക്കം പുതിയ സർക്കാർ നട്ടം തിരിയും. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. ഒട്ടേറെ വാഗ്ദാനങ്ങളും അതിലേറെ പ്രതീക്ഷകളും നൽകിയെത്തുന്ന പുതിയ സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. ശമ്പള പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധന, DA ലീവ് സറണ്ടർ തുടങ്ങിയവയുടെ കുടിശ്ശിക, കിഫ്ബിയുടെ വായ്പാ തിരിച്ചടവ്, വർദ്ധിക്കുന്ന ധനക്കമ്മി, പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നിയന്ത്രണവും കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കലും എല്ലാം കൂടിയാകുമ്പോൾ ശരിക്കും വീർപ്പുമുട്ടും. ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതോടെ 25,000 കോടിയോളം രൂപയുടെ അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. DA കുടിശ്ശികയായി മുൻകാല പ്രാബല്യമില്ലാതെ DA അനുവദിച്ചാണ് തടിതപ്പിയത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക നിയന്ത്രണം കടുപ്പിച്ചതോടെ ഏത് നിമിഷവും ശമ്പളം മുടങ്ങുമെന്ന അവസ്ഥയിലൂടെയാണ് ഭരണം കടന്നുപോയത്. പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിൽ ഏകദേശം 2,700 കോടി രൂപ നൽകാതെയാണ് സർക്കാർ കാലാവധി പൂർത്തിയാക്കിയത്. കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനാൽ സാമ്പത്തിക വർഷാവസാനം ഏകദേശം 7,000 കോടിയുടെ കുറവാണ് നേരിട്ടത്. 2025-2026 സാമ്പത്തിക വർഷത്തേക്കാൾ 2026-2027 ധനസ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് CAGയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 മൊത്തം റവന്യൂ കമ്മി 28,227 കോടിയായിരുന്നു. 2026 നവംബർ ആയപ്പോൾ തന്നെ ഇത് 37,788 കോടിയായി. ഈ സാമ്പത്തിക വർഷം അവസാനം 42,000 കോടിയിലെത്താം. സർക്കാർ ജീവനക്കാർക്ക് 5 ഗഡു ക്ഷാമബത്ത നൽകാനുണ്ട്, അതായത് 13%. ഇത് നൽകാൻ ഇന്നത്തെ സ്ഥിതിയിൽ കഴിയില്ല. ശമ്പള പരിഷ്കരണത്തിന് 20,000 കോടിയിലേറെയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക കൊടുക്കാൻ 10,000 കോടിയോളവും വേണ്ടിവരും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി 1.5 ലക്ഷത്തോളം കോടിയുടെ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രതിമാസം 3,200 കോടിയാണ് തിരിച്ചടവ്. ഇത് 3 ഇരട്ടിയാവും. നികുതി വരുമാനം 83,731 കോടിയായി വർദ്ധിച്ചെങ്കിലും ചെലവ് 2 ലക്ഷം കോടിയോളം എത്തി. കൂടുതൽ കടം എടുക്കേണ്ടി വരും. ഈ വർഷത്തെ കടമെടുപ്പ് പരിധി കേന്ദ്രം നിശ്ചയിച്ചിട്ടില്ല. 4,700 കോടിയുടെ താൽക്കാലിക അനുമതിയാണ് നൽകിയത്. ധനകാര്യ കമ്മീഷൻ ശുപാർശയിലൂടെ ഡിവിസീവ് പൂൾ നികുതി വിഹിതം 10,000 കോടി വർദ്ധിച്ചതാണ് ഏക ആശ്വാസം. സംസ്ഥാനത്തിനുള്ള വിഹിതം 1.92% നിന്നും 2.38%. ശക്തമായ സാമ്പത്തിക അടിത്തറയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കിയത്. അതിൻ്റെ നേട്ടം പുതിയ സർക്കാരിനുണ്ടാകുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്.